മിക്ക പോസ്റ്റിൻ്റെ അടിയിൽ ഈ കമൻറ്റിൻ്റെ വകഭേദങ്ങൾ കാണാറുണ്ട്. എനിക്കത് മനസ്സിലാകാറുമില്ല. നമ്മുടെ നാട്ടിലൊരു IIT-യിൽ നിന്നോ IIM-ൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നോ പഠിച്ചൊരു കുട്ടി പുറത്തൊക്കെ പോയി സക്സസ്ഫുൾ ആയാൽ പീപ്പിൾ പ്രൈസ് ദം അല്ലേ. സത്യനടയിലെ മൈക്രോസോഫ്റ്റിൻ്റെ ഹെഡായി, സുന്ദർ പിച്ചായി ഗൂഗിളിൻ്റെ ഹെഡായി, ദേ ആർ മേക്കിംഗ് ക്രോഴ്സ് ദെയർ. അത് പീപ്പിൾ സെലിബ്രേറ്റ് ചെയ്യും. എന്നാൽ ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ കുട്ടി കുറച്ച് പൈസ ഉണ്ടാക്കുമ്പോൾ എത്തിക്കലി ആൻഡ് മോറലി പൈസ ഉണ്ടാക്കുന്നതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ദാറ്റ് ഈസ് ഡിബേറ്റഡ്, ദാറ്റ് ഈസ് റിജക്റ്റഡ്. വൈ ഈസ് ദാറ്റ്? ഈ നീറ്റ് എൻട്രൻസ് എന്ന് പറയുന്നത് ഈസ് വൺ ഓഫ് ദ ടഫസ്റ്റ് എക്സാംസ് ഔട്ട് ദെയർ. അത്രയധികം എഫേർട്ട് ഇട്ട് നീറ്റ് എൻട്രൻസ് അവർ ക്ലിയർ ചെയ്ത് 5.5 വർഷം അക്കാഡമിക് പ്രഷർ ആയാലും കോളേജിലെ പ്രഷേഴ്സ് എല്ലാം കഴിഞ്ഞ് പിന്നെ 1 വർഷം ഹൗസ് സർജൻസി ഈസ് ഹെൽ ഇൻ കേരള. ഇറ്റ് ഈസ് ബ്രൂട്ടൽ. നമ്മുടെ മെഡിക്കൽ കോളേജസിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഹൗസ് സർജൻസും PG സ്റ്റുഡൻസും ആണ്. അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള ലിമിറ്റഡ് റിസോഴ്സസ് വെച്ച് മാക്സിമം പേഷ്യൻസിനെ നോക്കുക. 24, 36, 72 hours വരെ ഡ്യൂട്ടി ഒറ്റ സ്ട്രെച്ചിലെടുക്കുക. ഇതെല്ലാം കഴിഞ്ഞ് പഠിച്ചിറങ്ങുമ്പോൾ ചിലവർക്ക് റൂറൽ സർവീസ് കാണും, ചിലവർക്ക് ബോണ്ട് കാണും. ഇതെല്ലാം കഴിഞ്ഞിട്ട് വാട്ട് എൽസ് ആർ ദ എക്സ്പെക്ടിങ്? പിന്നെ എന്താണ് ഒബ്ലിഗേഷൻ? അവർ പഠിച്ചിറങ്ങി അവരെ ഹാർഡ് വർക്ക് കൊണ്ട് കിട്ടിയ ഡിഗ്രി, ലെറ്റ് ദം എൻജോയ് ദ ഫ്രൂട്ട്സ് ഓഫ് ദ ലേബർ. എത്തിക്കലിയാണ് അവർ പൈസ ഉണ്ടാക്കുന്നതെങ്കിൽ ലെറ്റ് ദം ഡു ഇറ്റ്. നമ്മളാരാണ് അതിനകത്ത് കമൻറ്റ് ചെയ്യാൻ? സൊസൈറ്റി സർവീസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ അത് ചെയ്യട്ടെ. വി കാണ്ട് എക്സ്പെക്ട് എവ്രി വൺ ടു ബി എനിക്ക് സ്വന്തമായിട്ട് പൈസ വേണ്ട, എനിക്ക് സൊസൈറ്റിയെ സെർവ് ചെയ്താൽ മതി എന്നുള്ള ചിന്താഗതി എല്ലാവർക്കും ഉണ്ടാവണമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഡോക്ടേഴ്സ് ആർ ഓൾസോ ഹ്യൂമൻസ്. അവർക്കും ബിൽസ് പേ ചെയ്യാനുണ്ട്, അവർക്കും കുടുംബങ്ങളുണ്ട് നോക്കാൻ, അവർക്കും അവരുടേതായിട്ടുള്ള ആസ്പിറേഷൻസും എയിംസും കാണും. ലെറ്റ് ദം ബി. അതല്ലേ അതിൻ്റെ ഒരു രീതി.